നമുക്ക് യു ഡി എഫിന്റെ കാര്യത്തിലേക്ക് വന്നാൽ യു ഡി എഫ് ഏകോപന സമിതി യോഗം ഇന്ന് തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുകയാണ് പ്രധാന ലക്ഷ്യം. നമുക്കറിയാം, തൃശ്ശൂരിലെ തോൽവി വലിയ ഒരു പാടായി യു ഡി എഫിന് മുന്നിൽ നിൽക്കുന്നുണ്ട്, വലിയൊരു കളങ്കമായി നിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശകലനങ്ങൾ ഉണ്ടാകുമോ? എന്തായിരിക്കും യു ഡി എഫ് സമിതി യോഗത്തിൽ പ്രധാനമായി ഉയർന്നു വരിക? ഫിജി, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ഒരു അവലോകനം തന്നെയാണ് ഇന്നത്തെ യോഗം. തെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തൽ ഈ യോഗത്തിലുണ്ടാകും. കൂടുതൽ സീറ്റുകൾ യു ഡി എഫ് നേടിയിട്ടുണ്ടെങ്കിലും ഈ തൃശ്ശൂരിലെ തോൽവി വലിയ തിരിച്ചടിയായിട്ട് തന്നെയാണ് യു ഡി എഫ് കണക്കാക്കുന്നത്. എന്നാൽ നേരത്തെ തന്നെ പലതരത്തിലുള്ള ആരോപണം എൽ ഡി എഫിനെതിരെ ഉന്നയിച്ചിരുന്നു. ഈ സി പി എമ്മിന്റെ പാർട്ടി ശക്തമായ കേന്ദ്രങ്ങളിലെല്ലാം വോട്ട് ചോർന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് വിലയിരുത്തലിലുണ്ടായത്. അതുകൊണ്ട് യു ഡി എഫ് ഇക്കാര്യം എൽ ഡി എഫിന്റെ മേലിൽ തന്നെ ചുമത്തിയാണ് വച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി നോക്കണം. അത്തരത്തിൽ ആലത്തൂരിലുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ വയനാടുള്ള തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും ഇനി പ്രവർത്തനം എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ നേട്ടം ഇനിയും വലിയൊരു നേട്ടമാക്കി മാറ്റിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ പാർട്ടി പുനഃസംഘടന, ഈ നേതൃത്വത്തിനകത്തുള്ള മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വൈകിട്ട് 5:30 കന്റോൺമെന്റ് ഹൗസിലാണ് ഈ യോഗം ആരംഭിക്കുന്നത്. ഏതായാലും വളരെ വൈകിയായാലും ഈ യോഗത്തിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി യു ഡി എഫ് ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ട ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പുകൾ എത്തരത്തിൽ നേരിടണം, ഇനി ജനങ്ങളോട് എത്രത്തോളം ചേർന്ന് നിൽക്കണം, എൽ ഡി എഫിനെതിരെ ഏത് പ്രതിരോധമാണ് ഒരുക്കേണ്ടത്, ബി ജെ പിക്ക് വഴിയൊരുക്കാതെ എങ്ങനെ വിജയിക്കണം എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഫിജി.